നമ്മുടെ സായിയും അൻസുബയും കൂടി വളരെ ആമോദത്തോടും ആഹ്ലാദത്തോടും ഉത്സാഹത്തോടും കൂടി ബിഗ് ബോസിലെ ജയിലിനുള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അവരെ ജയിലിനുള്ളിലേക്ക് കൊണ്ടുപോയത് തന്നെ വീട്ടിലെ ഒരു കൂട്ടം ആൾക്കാർ വലിയ ആർപ്പ് വിളികളോടും ആരവങ്ങളോടും കൂടിയായിരുന്നു. സായിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സ്വപ്ന സാക്ഷാത്കാരം പൂവണിഞ്ഞിരിക്കുന്നു എന്നുള്ള ആഹ്ലാദവും സന്തോഷവുമാണ് ആ മുഖത്ത് കാണുവാൻ കഴിയുന്നത്. ജയിൽ നോമിനേഷൻ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് തന്നെ മത്സരാർത്ഥികളെ പലരെയും വ്യക്തിപരമായി പോയി കണ്ടിട്ട് വോട്ട് അഭ്യർത്ഥിക്കുകയായിരുന്നു സായി. ദയവ് ചെയ്ത് എന്നെ ജയിലിലേക്ക് വിടണം, അതിന് കാരണവുമുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ച ബിഗ് ബോസിന്റെ അതിപ്രധാനമായ റൂളുകൾ വയലേറ്റ് ചെയ്ത ഒരാളാണ്, അതുകൊണ്ട് പ്ലീസ് എന്നെ ജയിലിലേക്ക് വിടണം. ജയിൽ നോമിനേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു കൂട്ടം ആൾക്കാർ തന്നോട് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഇത്രയധികം ആവേശം കാട്ടുന്നത് ജയിലിനുള്ളിലേക്ക് പോകുവാൻ. അപ്പോൾ സായി പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ബിഗ് ബോസ് വീട്ടിലെ ഏറ്റവും ടഫായിട്ടുള്ള ജോലികൾ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിലൊന്നു തന്നെയാണ് ജയിലിൽ വെച്ച് ലഭിക്കുന്ന കട്ടിയായിട്ടുള്ള പണികൾ. അതുമാത്രമല്ല, ബിഗ് ബോസിലെ ഏത് കട്ടിയായിട്ടുള്ള പണികൾ വേണമെങ്കിലും ഞാൻ ചെയ്യാൻ റെഡി ആയിട്ടാണ് ഇവിടേക്ക് വന്നിരിക്കുന്നത്. അതിൽ കൂടി ലൈഫിൽ കുറച്ച് ഡിസിപ്ലിൻ ഒക്കെ കൊണ്ടുവരാൻ പറ്റും എന്നാണ് സായി ഇപ്പോൾ പറയുന്നത്. ഇത്രയും കാലത്തിനുള്ളിൽ തൻ്റെ ലൈഫിൽ ഒരു ഡിസിപ്ലിനും വന്നിട്ടില്ല. ബിഗ് ബോസിൽ എത്തിയിട്ട് വേണം ഇത്തരത്തിലുള്ള കഠിനമായ പ്രവർത്തികൾ കൂടി കടന്നുപോയിട്ട് ജീവിതത്തെ ഒന്ന് മെരുക്കിയെടുക്കാൻ. എന്തായാലും സായിയെക്കുറിച്ച് നമുക്കറിയാം, അദ്ദേഹം പണ്ടേ വകുപ്പടിയുടെ ഉസ്താദായതുകൊണ്ട് ഇതും ഇതിലപ്പുറമായിട്ടുള്ള കാര്യങ്ങളും ഇനിയും അയാളിൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കാം. സായിക്കൊപ്പം ജയിലിനുള്ളിലേക്ക് പ്രവേശിച്ച അൻസിബയും പെരുത്ത സന്തോഷത്തിലാണ്. നിങ്ങൾ എന്നെ ബിഗ് ബോസിന്റെ ജയിലിലേക്കല്ല, അങ്ങ് തിഹാർ ജയിലിലേക്ക് അയച്ചാലും അനുസരിക്കില്ല എന്നുള്ള കാര്യത്തിൽ രണ്ടു പക്ഷമില്ല. നിങ്ങൾക്ക് എന്നെ കൊണ്ട് എന്തെങ്കിലും അനുസരിപ്പിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് നോക്ക് എന്നുള്ള രീതിയിൽ തന്നെയാണ് അൻസിബയും അകത്തേക്ക് കയറിയിരിക്കുന്നത്. എന്തായാലും ഇത്ര സന്തോഷത്തോടും ആവേശത്തോടും അകത്തേക്ക് പ്രവേശിച്ചവർക്ക് ബിഗ് ബോസ് രാത്രിയിൽ കൊടുക്കാൻ പോകുന്ന പണി എന്താണ് എന്നുള്ളതാണ് ഇനി നമുക്ക് കാണാനുള്ളത്. അത് കാണുവാനുള്ള ആഗ്രഹത്തോടു കൂടി നമുക്കും കാത്തിരിക്കാം.